വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെറ്റ്സ് ഡു ഇറ്റ് വിത്ത് ആഷ്. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡെക്കോപേജ് ആർട്ട് ഒരു ഫ്രൈയിങ് പാനിൽ എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഡെക്കോപേജ് ഒരു ഫ്രഞ്ച് ആർട്ടാണ്. ഇതിൻ്റെ മീനിങ് നമുക്ക് ഏതൊരു വസ്തുവിനെയും ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്നാണ്. യൂഷ്വലി ഇത് ബോട്ടിൽ, വുഡ്, മെറ്റൽ അല്ലെങ്കിൽ ടിന്നിലും എല്ലാം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ബേസിക്കലി ഇതൊരു കട്ടൗട്ട് എടുത്ത് ഒട്ടിച്ചതിന് ശേഷം പെയിൻറ് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ്. നമ്മുടെ കയ്യിൽ ഇതേപോലെ പഴയ ഫ്രൈങ് പാൻ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പം ഈ പഴയ ഫ്രൈങ് പാൻ എങ്ങനെ ഈ ഒരു രീതിയിൽ റീയൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യമായി ഇതേപോലെ ഒരു ഫ്രൈങ് പാൻ എടുക്കുക, നന്നായി അതിനെ സ്ക്രബ് ചെയ്തെടുക്കണം. അതിനുശേഷം ബേസ് കോട്ടിനായി വൈറ്റ് അക്രിലിക് പെയിൻറ് ഉപയോഗിച്ച് പെയിൻറ് ചെയ്തെടുക്കണം. പെയിൻറ് ചെയ്തെടുക്കുമ്പോൾ വാട്ടർ മിക്സ് ചെയ്യാതെ പെയിൻറ് ചെയ്തെടുക്കണം. ഡയറക്റ്റ് ബോട്ടിൽ നിന്ന് പെയിൻറ് അപ്ലൈ ചെയ്താൽ മതി. ബബിൾസ് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ വാട്ടർ മിക്സ് ചെയ്യാതെ പെയിൻറ് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രൈങ് പാൻ ഫുൾ വൈറ്റ് കളറിലെ പെയിൻറ് അടിച്ചെടുക്കാം. ഇപ്പോൾ ഈ പാൻ ഫുൾ പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഹാൻഡിലിൻ്റെ സൈഡും എല്ലാം പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പാൻ ഡെക്കറേറ്റ് ചെയ്യാനായി ഇതുപോലെ പ്രിൻ്റ് ഉള്ള ടിഷ്യൂ പേപ്പറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പ്രിൻ്റഡ് ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ മാഗസീനിലുള്ള കളർഫുൾ പിക്ചേഴ്സ് അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത പിക്ചേഴ്സ് നമുക്കിതിനായി യൂസ് ചെയ്യാവുന്നതാണ്. പ്രിൻ്റഡ് ടിഷ്യൂ പേപ്പറാണ് ഈ ഫ്രൈങ് പാൻ ഡെക്കറേറ്റ് ചെയ്യാനായി ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പ്രിൻ്റഡ് ടിഷ്യൂ പേപ്പറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ സെയിം ഡിസൈനിൽ ഇതേപോലെ 4 പ്രിൻറ്റ്സ് നമുക്ക് കാണാം. ഈ പാനിൽ യൂസ് ചെയ്യാൻ നമുക്കിവിടെ ഒരു പ്രിൻ്റ് മതിയാകും. ടിഷ്യൂ പേപ്പർ ഓപ്പൺ ചെയ്യുമ്പോൾ ബാക്ക് പോർഷനിൽ 2-3 ലെയർ ടിഷ്യൂ കാണും. അതിൽ ഏറ്റവും മുകളിലത്തെ പ്രിൻ്റ് ഉള്ള ടിഷ്യൂ പേപ്പർ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. പെയിൻറ് ചെയ്ത എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ വളരെ തിന്നായിട്ടുള്ള ലെയർ മാത്രം എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു ഡിസൈൻ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്യാതിരിക്കണം. ആദ്യം ഇതേപോലെ ഒരു ബ്രഷ് കുറച്ച് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ഡിസൈനിൻ്റെ ചുറ്റും ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. അൺഈവൻ ആയിട്ടുള്ള എഡ്ജസ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ഡിസൈൻ കൈ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പം ഈ എഡ്ജസ് എല്ലാം ഇതേപോലെ കിട്ടുന്നതാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഡിസൈൻ ഫുള്ളൊന്ന് മുറിച്ചെടുക്കാം. ടിഷ്യൂ പേപ്പറിൽ നിന്നും ഈ ഒരു ഡിസൈൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ എഡ്ജസ് എല്ലാം ഇതേപോലെ അൺഈവൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തതായി ഈ പാനിൽ ടിഷ്യൂ പേപ്പറിൻ്റെ പിക്ചർ അനുസരിച്ച് ഒരു റൈറ്റിംഗ് കൂടി എഴുതുന്നുണ്ട്. അതിനുള്ള സ്പേസ് വിട്ടതിന് ശേഷമാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഈ പാനിൽ ഒട്ടിച്ചെടുക്കേണ്ടത്. ഞാനിവിടെ ഈ പാനിൽ ഈ റൈറ്റിംഗ് പെൻസിൽ ഉപയോഗിച്ച് ലൈറ്റായി എഴുതി എടുത്തിട്ടുണ്ട്. അടുത്തതായി ഈ ടിഷ്യൂ പേപ്പർ പാനിൽ ഒട്ടിച്ചെടുക്കണം. അതിനുവേണ്ടി 1:1 റേഷ്യോയിൽ ഞാനിവിടെ 1 സ്പൂൺ വെള്ളം ഈ ബൗളിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ 1 സ്പൂൺ ഫെവിക്കോൾ കൂടി വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കേണ്ട പോർഷനിലെല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കണം. ഈ പാനിൻ്റെ സൈഡിലെല്ലാം ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഈ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പായി ഞാനിവിടെ ഒരു ബൗളിൽ നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്. ഒരു ബ്രഷ് വാട്ടറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ടിഷ്യൂ പേപ്പറിൻ്റെ ബാക്ക് പോർഷനിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ലൈറ്റായി അപ്ലൈ ചെയ്താൽ മതിയാകും. ടിഷ്യൂ പേപ്പർ നീറ്റായി പാനിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ പാനിലേക്ക് നല്ല നീറ്റായി ഒട്ടിച്ചെടുക്കാം. റൈറ്റിംഗ് ഉള്ള സ്പേസിൻ്റെ താഴെയായി ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. പാനിൻ്റെ സൈഡിലും അതേപോലെ പാനിൻ്റെ താഴത്തെ പോർഷനിലും ഒട്ടിക്കാവുന്നതാണ്. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് പതുക്കെ എടുക്കണം. ഡയറക്റ്റായി ടിഷ്യൂ പേപ്പറിൽ പ്രസ് ചെയ്താൽ ഇളകി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ടിഷ്യൂ പേപ്പർ നല്ല നീറ്റായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പാനിൻ്റെ സൈഡിലും താഴത്തെ പോർഷനിലും എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിന് മുകളിൽ ഫെവിക്കോളും വാട്ടറും മിക്സ് ചെയ്തെടുത്ത ഗ്ലൂ ഒരു കോട്ട് കൂടി ബ്രഷ് ഉപയോഗിച്ച് പതുക്കെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ പാനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ടിഷ്യൂ പേപ്പറിലുള്ള കളേഴ്സ് എല്ലാം ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കളേഴ്സ് എല്ലാം വാട്ടർ ആഡ് ചെയ്യാതെ വേണം പാനിൽ അപ്ലൈ ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾ ഏത് പിക്ചറാണ് പാനിൽ ഒട്ടിച്ചത് അതിനനുസരിച്ചുള്ള കളേഴ്സാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഈ കളേഴ്സ് ബ്ലെൻഡ് ചെയ്തെടുക്കാനായി ഇതുപോലൊരു സ്പോഞ്ചാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ചെറിയ പീസസായി കട്ട് ചെയ്തതിന് ശേഷം ഓരോ കളറും ബ്ലെൻഡ് ചെയ്യാനായി നമുക്ക് ഈ സ്പോഞ്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കളർ ചെയ്തെടുക്കാം. ആദ്യം ഞാനിവിടെ ടിഷ്യൂ പേപ്പറിൻ്റെ സൈഡിലുള്ള ഈ ഗ്രീൻ കളറാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. സ്പോഞ്ച് ഉപയോഗിച്ച് ഗ്രീൻ കളർ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ പാനിൻ്റെ സൈഡിലും ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ പിങ്ക് കളർ ഇതേപോലെ ഈ സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലുമായി അപ്ലൈ ചെയ്യാവുന്നതാണ്. നന്നായി 2 കളറും ഇതേപോലെ ഒന്ന് മെർജ് ചെയ്തെടുക്കണം. അടുത്തതായി കുറച്ച് ഓറഞ്ച് കളർ കൂടി ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ പാൻ ഫുൾ ഒന്ന് കളർ ചെയ്തെടുക്കാം. പാനിൻ്റെ എല്ലാ ഭാഗത്തും ഞാനിവിടെ കളർ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ സൈക്കിളിൻ്റെ 2 സൈഡിലെ സ്പേസ് ഉള്ള പോർഷനിൽ ടിഷ്യൂ പേപ്പർ കൊണ്ടുള്ള ഫ്ലവേഴ്സിൻ്റെ കട്ടൗട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് മുകളിലായി മുമ്പ് ചെയ്ത പോലെ തന്നെ കളേഴ്സ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലത്തെ പോർഷനിൽ ഈ ഒരു റൈറ്റിംഗ്സ് എഴുതിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ബ്ലാക്ക് കളറിലെ അക്രിലിക് പെയിൻറ് ഉപയോഗിച്ചാണ് എഴുതിയെടുക്കുന്നത്. അതേപോലെ ഈ തിൻ ബ്രഷ് ഉപയോഗിച്ചാണ് നമുക്ക് ഈ റൈറ്റിംഗ്സ് എഴുതിയെടുക്കേണ്ടത്. ടിഷ്യൂ പേപ്പറിൻ്റെ പിക്ചറിനനുസരിച്ചുള്ള കോഡ്സ് നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ബ്ലാക്ക് കളർ പെയിൻറ്റിൽ വാട്ടർ ഉപയോഗിക്കാതെ വേണം ഈ ഒരു റൈറ്റിംഗ് എഴുതിയെടുക്കാൻ. അപ്പോൾ നമുക്ക് ഈ റൈറ്റിംഗ് ഫുള്ളൊന്ന് എഴുതിയെടുക്കാം. ഇപ്പം നമ്മുടെ ഈ റൈറ്റിംഗ് എഴുതിയെടുത്തിട്ടുണ്ട്. അതേപോലെ ഈ 2 സൈഡിലെ ഹാർട്ടും പേപ്പറിൽ കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിച്ചെടുത്തതാണ്. ഇനി അടുത്തതായി ഈ ഫ്രൈങ് പാൻ്റെ ബോർഡറിലെല്ലാം ഗോൾഡൻ പെയിൻറ് ഉപയോഗിച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതേപോലെ പിങ്ക് കളറിലെ ത്രെഡ് ഉപയോഗിച്ച് ഈ ഫ്രൈങ് പാൻ്റെ ഹാൻഡിലും ഒന്ന് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഫ്രൈങ് പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോൾഡൻ കളറിലെ പെയിൻ്റ് എല്ലാം ഈ ബോർഡറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഹാൻഡിലും ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഹാൻഡിലിൽ പിങ്ക് കളറിലെ ത്രെഡും ജൂട്ടിൻ്റെ ത്രെഡും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായി യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കാണിച്ച ഈ ഡെക്കോപേജ് ആർട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ബോട്ടിലും ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള ഈ പഴയ ഫ്രൈങ് പാൻ ഈ ഒരു രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രൈങ് പാൻ ഇതേപോലെ റീയൂസ് ചെയ്ത് നല്ലൊരു ഹോം ഡെക്കർ ആക്കാവുന്നതാണ്. അപ്പം ഇന്ന് കാണിച്ച ഈ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഇനി നല്ലൊരു വീഡിയോയുമായി എൻ്റെ ചാനലിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.